സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും മോക്ക് ടെസ്റ്റാണ്. 100 ചോദ്യങ്ങൾ അടങ്ങിയ റിവിഷൻ മോക്ക് ടെസ്റ്റാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 100 മാർക്കും മേടിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇനിയുള്ള ടെസ്റ്റുകളിലെങ്കിലും 100 മാർക്കും മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷ അടുത്തടുത്ത് വരികയാണ്. നമ്മുടെ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഓപ്ഷൻ സി രാമപുരം പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പ്രിയങ്ക ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്? ഓപ്ഷൻ ബി പാവലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. പ്രിയങ്ക പാവലിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചി രാജാവ് വീരശൃംഖല നൽകി ആദരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ ബി ആൽഫ കെരാറ്റിനാണ്. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനാണ് ആൽഫ കെരാറ്റിൻ. ആറാമത്തെ ക്വസ്റ്റ്യൻ. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ തന്നെ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി 1985 ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ സ്ഥാപിതമായ വർഷമാണ് 1985. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഓപ്ഷൻ ഡി കൊൽക്കത്തയാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് കൊൽക്കത്ത. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻ എ ആൽബർട്ട് സാബിനാണ്. പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ആൽബർട്ട് സാബിൻ. പത്താമത്തെ ക്വസ്റ്റ്യൻ. ഏതിൻ്റെ അയിരാണ് ലൂണാർ കോസ്റ്റിക്? ഓപ്ഷൻ എ വെള്ളിയുടെ അയിരാണ് ലൂണാർ കോസ്റ്റിക്. വെള്ളിയുടെ അയിര്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായിട്ട് പരിഗണിക്കപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ഡി രാമചന്ദ്ര വിലാസമാണ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യമായിട്ട് പരിഗണിക്കുന്നത് രാമചന്ദ്ര വിലാസം ബൈ അഴകത്ത് പത്മനാഭ കുറുപ്പ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻ ബി കുര്യാക്കോസ് ചാവറയാണ്. സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയ നവോത്ഥാന നായകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2019 അർഹനായത് ആര്? ഓപ്ഷൻ ബി അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരം 2019 ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ ഡെറാഡൂണിലാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണിൽ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി
ഗ്രലിനാണ് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഗ്രലിൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയതാര്? ഓപ്ഷൻ ഡി പി ഭാസ്കരനാണ് പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് പി ഭാസ്കരൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏതാണ്? ഓപ്ഷൻ എ ഇന്ത്യൻ ഒപ്പീനിയനാണ്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സ്പീക്കറായ ആദ്യ വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി കെ രാധാകൃഷ്ണനാണ്. കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സ്പീക്കറായ ആദ്യ വ്യക്തിയാണ് കെ രാധാകൃഷ്ണൻ. 19ാമത്തെ ക്വസ്റ്റ്യൻ. കൊച്ചിയിൽ ദിവാൻ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ ധനമന്ത്രിയായ വ്യക്തി ആരാണ്? ഓപ്ഷൻ ബി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയിൽ ദിവാൻ പദവി വഹിച്ച ശേഷം ഇന്ത്യയുടെ ധനമന്ത്രിയായ വ്യക്തിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലോഹങ്ങൾ ജലവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഹൈഡ്രജനാണ്. ലോഹങ്ങൾ ജലവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒട്ടകപ്പക്ഷിയുടെ കാലിൽ എത്ര വിരലുകളാണ് ഉള്ളത്? ഓപ്ഷൻ എ 2 വിരലുകൾ മാത്രമാണ് ഒട്ടകപ്പക്ഷിയുടെ ഒരു കാലിൽ ഉള്ളത്. 2 വിരലുകൾ മാത്രം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ എ 2014 മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ആരംഭിച്ച വർഷമാണ് 2014. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. 1972 സിംല കരാർ. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കെ പി കേശവമേനോൻ എവിടെ നിന്നാണ് മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയത്? ഓപ്ഷൻ എ കോഴിക്കോട് നിന്നാണ് കെ പി കേശവമേനോൻ മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയത് കോഴിക്കോട് നിന്ന്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ സർവീസ്, ലിഫ്റ്റ് സമ്പ്രദായം എന്നിവ നിലവിൽ വന്ന പട്ടണം ഏത്? ഓപ്ഷൻ എ കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിഫോൺ സർവീസ്, ലിഫ്റ്റ് സമ്പ്രദായം എന്നിവ നിലവിൽ വന്ന പട്ടണമാണ് കൊൽക്കത്ത. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശാണ്. താഴെ തന്നിട്ടുള്ളവയിൽ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ബാക്കിയുള്ള കർണാടക, തമിഴ്നാട്, കേരളം എന്നിവ കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ സസ്തനി ഏതാണ്? ഓപ്ഷൻ ഡി ചെമ്മരിയാടാണ്. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യ സസ്തനിയാണ് ചെമ്മരിയാട്. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ എ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. 29ാമത്തെ ക്വസ്റ്റ്യൻ. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലമേത്? ഓപ്ഷൻ ബി പ്ലവക്ഷമ ബലമാണ്. കല്ലിന് ജലത്തിനുള്ളിൽ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണമായ ബലമാണ് പ്ലവക്ഷമ ബലം. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ പ്രഥമ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി കാൽസ്യമാണ്. മനുഷ്യ ശരീരത്തിലെ പ്രഥമ ലോഹം എന്നറിയപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. 31ാമത്തെ ക്വസ്റ്റ്യൻ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏത്?
ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലമാണ് ന്യൂക്ലിയർ ബലം. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കെ നീലകണ്ഠൻ താഴെ പറയുന്നവരിൽ ആര്? ഓപ്ഷൻ ഡി പക്ഷി നിരീക്ഷകനാണ്. കെ നീലകണ്ഠൻ കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനാണ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശൂന്യാകാശത്ത് നടക്കുന്ന താപപ്രസരണ രീതി ഏത്? ഓപ്ഷൻ സി വികിരണമാണ്. ശൂന്യാകാശത്ത് നടക്കുന്ന താപപ്രസരണ രീതിയാണ് വികിരണം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഓപ്ഷൻ സി ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായിട്ട് ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ചലിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലമേത്? ഓപ്ഷൻ എ പ്രതല ബലമാണ്. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ ചലിക്കാൻ കഴിയുന്നതിന് കാരണമായ ബലമാണ് പ്രതല ബലം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏത്? ഓപ്ഷൻ ബി വൈറ്റമിൻ കെ ആണ്. ഫൈബ്രിനോജൻ എന്ന പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ കെ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ഓപ്ഷൻ സി അൾട്രാ വയലറ്റ് കിരണമാണ്. കള്ളനോട്ട് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. 38ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻ ബി ആകെ ഒരു തവണ മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒരു തവണ മാത്രം. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂൾ ഏത്? ഓപ്ഷൻ എ 10ാം ഷെഡ്യൂളിലാണ്. കൂറുമാറ്റത്തിനുള്ള അയോഗ്യതാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനാ ഷെഡ്യൂളാണ് 10ാം ഷെഡ്യൂൾ. 40ാമത്തെ ക്വസ്റ്റ്യൻ. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച സമ്മേളനം ഏത്? ഓപ്ഷൻ സി ആവടി സമ്മേളനമാണ്. സോഷ്യലിസം കോൺഗ്രസിൻ്റെ ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ആവടി കോൺഗ്രസ് സമ്മേളനം. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ എ 1976 ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്ന വർഷമാണ് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എ.ഒ. ഹ്യൂം സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻ സി ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുൻപ് എ.ഒ. ഹ്യൂം സ്ഥാപിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി ചൂലന്നൂരാണ്. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം, പാലക്കാട് ജില്ല. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏത്? ഓപ്ഷൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാണ് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആഫ്റ്റർ SBI. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതാ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് മത്സരിച്ച മണ്ഡലമേത്? ഓപ്ഷൻ ഡി ആലത്തൂർ മണ്ഡലമാണ്. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതാ സ്ഥാനാർത്ഥിയായ രമ്യ ഹരിദാസ് മത്സരിച്ച മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബഹിരാകാശത്ത് യാത്രികരെ എത്തിച്ച ലോകത്തിലെ ആദ്യ സ്വകാര്യ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ ഡി
സ്പേസ് എക്സ് ആണ് ബഹിരാകാശത്ത് യാത്രികരെ എത്തിച്ച ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ സ്ഥാപനമാണ് സ്പേസ് എക്സ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര സംസ്ഥാനം. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ സത്യശോധക് സമാജാണ്. ഗോവിന്ദറാവു ഫുലെ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമാണ് സത്യശോധക് സമാജ്. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ബാലഗംഗാധര തിലകനാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിൽ, കൊല്ലം ജില്ല. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ഭക്രാനങ്കലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് ഭക്രാനങ്കൽ നദീതട പദ്ധതി. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ സി വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്താണ് വെങ്ങാനൂർ പഞ്ചായത്ത്. 54ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാൻ ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ഓപ്ഷൻ എ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പര്യവേക്ഷണ ദൗത്യമായ മംഗൾയാൻ വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷമേത്? ഓപ്ഷൻ സി 1989 ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുകയും കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തുകയും ചെയ്ത വർഷമാണ് 1989. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓപ്ഷൻ ഡി രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വൻ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകിയ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി, രണ്ടാം പഞ്ചവത്സര പദ്ധതി. 57ാം ക്വസ്റ്റ്യൻ നോക്കുക, ചന്ദ്രയാൻ 1 എന്ന പര്യവേക്ഷണ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ സി ഡോക്ടർ ജി മാധവൻ നായരാണ്. ചന്ദ്രയാൻ 1 എന്ന പര്യവേക്ഷണ വാഹന രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജി മാധവൻ നായർ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, കേരളത്തിൽ ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഏതാണ്? ഓപ്ഷൻ സി കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയമാറ്റ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. 59ാമത്തെ ക്വസ്റ്റ്യൻ, 1857 വിപ്ലവ സമയത്ത് മീററ്റിൽ നിന്നും പുറപ്പെട്ട കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശം ഏതാണ്? ഓപ്ഷൻ ബി ഡൽഹിയാണ്. 1857 വിപ്ലവ സമയത്ത് മീററ്റിൽ നിന്നും പുറപ്പെട്ട കലാപകാരികൾ ആദ്യം കീഴടക്കിയ പ്രദേശമാണ് ഡൽഹി. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏത്? ഓപ്ഷൻ സി നൈട്രജനാണ്. ഉച്ഛ്വാസവായു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷ വായു. അപ്പോൾ ഉച്ഛ്വാസവായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിച്ചത് എന്ന്?
ഓപ്ഷൻ സി 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊണ്ടത്. 1993. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചെറുപ്പകാലത്ത് കൊമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ ഡി പൊയ്കയിൽ യോഹന്നാൻ ആയിരുന്നു. ചെറുപ്പകാലത്ത് കൊമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പൊയ്കയിൽ യോഹന്നാൻ. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി KP കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. 64ാമത്തെ ക്വസ്റ്റ്യൻ. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗിരിവർഗ കലാപം ഏതാണ്? ഓപ്ഷൻ ബി കുറിച്യ കലാപമാണ്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏക ഗിരിവർഗ കലാപം അല്ലെങ്കിൽ ഏക ആദിവാസി കലാപമാണ് കുറിച്യ കലാപം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു? ഓപ്ഷൻ സി PV നരസിംഹറാവുവിൻ്റെ കാലത്തായിരുന്നു ഇന്ത്യ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചത്. PV നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മേദിനി പുരസ്കാരം ഏത് രംഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെയാണ്? ഓപ്ഷൻ എ തൈറോയിഡ് ഗ്രന്ഥിയെയാണ് ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയെ. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1993 പഞ്ചായത്തി രാജ് നിലവിൽ വന്നത്. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ് ആണ്. എൽബയിൽ നിന്നും നെപ്പോളിയൻ്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഭരണഘടനയുടെ ഏതു വകുപ്പനുസരിച്ചാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്? ഓപ്ഷൻ ബി 226ാം വകുപ്പനുസരിച്ചാണ്. ഭരണഘടനയുടെ 226ാം വകുപ്പനുസരിച്ചാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 226ാം വകുപ്പനുസരിച്ച്. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സമരം നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ എ 1928 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സമരം നടന്ന വർഷമാണ് 1928. 73ാമത്തെ ക്വസ്റ്റ്യൻ. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ഡി കറാച്ചി കോൺഗ്രസ് സമ്മേളനമാണ്. മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് കറാച്ചി കോൺഗ്രസ് സമ്മേളനം. 74ാമത്തെ ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച ദിവസമേത്? ഓപ്ഷൻ എ 1930 മാർച്ച് 12 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച ദിവസമാണ് 1930 മാർച്ച് 12. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശൻ എഴുതിയ കവിത ഏത്? ഓപ്ഷൻ എ ദുരവസ്ഥയാണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിതയാണ് ദുരവസ്ഥ. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശി ആരായിരുന്നു? ഓപ്ഷൻ എ ഹെൻറി ഡ്യുനൻ്റ് ആയിരുന്നു. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആലേഖനം ചെയ്യപ്പെട്ട ആദ്യ വിദേശിയായിരുന്നു ഹെൻറി ഡ്യുനൻ്റ്. 77ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഉത്തരായന രേഖയാണ്. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നുപോകുന്നു. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമേത്? ഓപ്ഷൻ സി 1972 ഇന്ത്യൻ ബഹിരാകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1972. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരം ഏത്? ഓപ്ഷൻ സി മുംബൈയിലാണ്. ഇന്ത്യയിൽ റെയിൽവേ നിലവിൽ വന്ന ആദ്യ നഗരമാണ് മുംബൈ. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഷിപ്പ്യാർഡ് ഓഫ് ദ മിലേനിയം എന്നറിയപ്പെടുന്ന ഷിപ്പ്യാർഡ് ഏതാണ്? ഓപ്ഷൻ ബി കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. ഷിപ്പ്യാർഡ് ഓഫ് ദ മിലേനിയം എന്ന് അറിയപ്പെടുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വലിയ പക്ഷി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ജിസാറ്റ് 11 വലിയ പക്ഷി ബിഗ് ബേർഡ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹമാണ് ജിസാറ്റ് 11. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിനെ ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ ആരാണ്? ഓപ്ഷൻ ഡി വിരാട് കോഹ്ലിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സിനെ ലഭിക്കുന്ന ആദ്യ ഇന്ത്യനാണ് വിരാട് കോഹ്ലി. 83ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി അഹമ്മദാബാദിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിൽ. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഓപ്ഷൻ സി SBI ആണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ കാർ ലോൺ ആരംഭിച്ച ബാങ്കാണ് SBI. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി പാമ്പാടും പാറയിലാണ്. ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാമ്പാടും പാറ. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമേത്? ഓപ്ഷൻ എ മേഘാലയയിലാണ്. ജയന്തിയ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മേഘാലയ. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികൾ ആരായിരുന്നു? ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരായിരുന്നു. സൈലന്റ് വാലിയുടെ പ്രത്യേകത തിരിച്ചറിഞ്ഞ വിദേശികളായിരുന്നു ബ്രിട്ടീഷുകാർ. 88ാമത്തെ ക്വസ്റ്റ്യൻ. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത്? ഓപ്ഷൻ സി പാമ്പാറാണ്. കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. 89ാമത്തെ ക്വസ്റ്റ്യൻ. പെരിയാർ ഏതു പേരിലാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി ചൂർണി എന്ന പേരിലാണ് പെരിയാർ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ചൂർണി എന്ന പേരിൽ. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദി ഏത്? ഓപ്ഷൻ ഡി പമ്പ നദിയിലാണ്. ശബരി ഡാം, കക്കി ഡാം, കക്കാട് ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ നദി. 91ാമത്തെ ക്വസ്റ്റ്യൻ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യമേത്? ഓപ്ഷൻ ഡി കാനഡയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് കാനഡ. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശിപ്പായി ലഹളയ്ക്ക് ശേഷം ഇന്ത്യൻ സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ സി പീൽ കമ്മീഷനാണ്.
ശിപായി ലഹളയ്ക്ക് ശേഷം ഇന്ത്യൻ സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനായിരുന്നു പീൽ കമ്മീഷൻ. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ സി ഹ്യൂജ് റോസ് ആണ് വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഹ്യൂജ് റോസ്. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ ബി ഡ്രൈ ഐസ് ആണ്. കാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഡ്രൈ ഐസ് ആണ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത്. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ഓപ്ഷൻ ഡി ഗതികോർജമാണ്. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. 96ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി കൺവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആയിരുന്നു കൺവർ സിംഗ്. 97ാമത്തെ ക്വസ്റ്റ്യൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് ഇങ്ങനെ പറഞ്ഞതാര്? ഓപ്ഷൻ സി സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്നിങ്ങനെ പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഏത് നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ? ഓപ്ഷൻ ബി നർമ്മദ നദിയിലെ ജലസേചന പദ്ധതിയാണ് സർദാർ സരോവർ. നർമ്മദ നദിയിലെ ജലസേചന പദ്ധതിയാണ് ഗുജറാത്തിലാണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി സീസ്മോളജി എന്നതാണ്. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഓക്കെ ഫ്രണ്ട്സ്,